ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ കായട ഉണ്ടാക്കുന്ന റെസിപ്പിയും അതുപോലെ തന്നെ നല്ല നാടൻ തേങ്ങ അരച്ച മീൻകറി റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളവും അതോടൊപ്പം ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം പിന്നെ ഞാനിതാ രാവിലത്തേക്ക് പത്തിലിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ചോറ് തിളച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനത് റൈസ് കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പത്തിൽ ചുടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പത്തിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളവും ഉപ്പും ഇട്ട് കുഴച്ച ശേഷം കേട്ടോ. അങ്ങനെ ചെയ്താൽ നല്ല രീതിക്ക് പൊന്തി കിട്ടും. ചില ആൾ തിളച്ച വെള്ളത്തിലെല്ലാം ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്താലും മതി, കാരണം സോഫ്റ്റ് ആയിട്ട് നമ്മൾ പത്തിൽ കിട്ടുകയും ചെയ്യും, നല്ല രീതിക്ക് പൊന്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ പത്തിലെല്ലാം ചുട്ടിട്ടിവിടെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തേക്ക് തേങ്ങ അരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ തേങ്ങ ചിരകുന്നത്. അപ്പം ഞാനിവിടെ അരമുറി തേങ്ങയാട്ടാ ചിരകി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ. കാരണം നമ്മൾ കല്ലിലിട്ടിട്ട് അരച്ച് കറി വെക്കുന്നതിന് അതേ ടേസ്റ്റ് ആയിരിക്കും ഇന്ന് മിക്സിയിലിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പം ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ചിരകിയ തേങ്ങ ഞാനിതാ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ആയാലും പ്രശ്നമില്ല, കാരണം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വലിയ ഉള്ളീൻ്റെ ചെറിയൊരു കഷ്ണം ഞാൻ അതിലേക്ക് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒന്നെന്ന് വെച്ചാൽ ചെറിയ ജീരകം അല്ലേ, ചെറിയ ജീരകം കൂടി കുറച്ച് നമ്മൾ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം ഇടുന്നത് കൊണ്ട് നമ്മൾ തേങ്ങക്കറിക്ക് നല്ലൊരു മണവും നല്ലൊരു രുചിയും ഉണ്ടാവും വേറെ തന്നെ. അപ്പം അതിലേക്ക് പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കണം, കാരണം അത്രയ്ക്കും നല്ല രുചിയാണ്. അപ്പം ചെറിയ ജീരകം ഇടാനും മറന്നുപോകില്ല, കാരണം ഈ കറിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അരച്ച് വെച്ചത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു ചട്ടിയിൽ, ഇപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, ആ ചട്ടിയിലേക്ക് ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ വേണ്ട അത്ര വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് തക്കാളി ഇതിൽ നമ്മൾ വെളുത്തുള്ളിയോ ഉള്ളിയോ ഇടുന്നില്ല, കാരണം ഉള്ളി നമ്മൾ നേരത്തെ തേങ്ങ അരക്കുമ്പോൾ ഇട്ടുകൊണ്ട് ഇനി ഇതിലേക്ക് ഉള്ളിയോ വെളുത്തുള്ളിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഇതിലിടുന്നതെന്ന് വെച്ചാൽ തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ രീതിക്ക് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും. പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടത് പിന്നെ പുളി ഉണ്ടെങ്കിൽ പുളി ഇടാം. എൻ്റെ ഇപ്പോൾ പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാങ്ങ ഉണ്ടായതുകൊണ്ട് മാങ്ങയാട്ടുണ്ട് ഇടുന്നത്. ഇനി
ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കത് അടുപ്പിലേക്ക് ഒന്ന് ഈ അരവ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് അങ്ങനെ ഈ കറി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി തിളക്കുന്ന സമയം കൊണ്ട് മീൻ കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ മീൻ കഷ്ണങ്ങൾ ഞാൻ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അയിലയാണ് കേട്ടോ. അയില ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ കറി തിളക്കുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു അയില എടുത്തിട്ട് 2 കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ പിന്നെ മസാല പുരട്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട മാങ്ങ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നാലല്ലേ കറിക്ക് ആ ഒരു മാങ്ങൻ്റെ പുളി ഒന്ന് അതിലേക്ക് ലയിക്കും. അതുകൊണ്ട് മാങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാങ്ങ ഉടച്ച ശേഷം പിന്നെ ആ കറിയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. അങ്ങനെ ഉടച്ചു കൊടുത്താൽ മാത്രമേ കറിയിലേക്ക് ആ ഒരു പുളി കിട്ടൂ. അതിനുശേഷം കറി നന്നായിട്ടൊന്ന് തിളച്ച ശേഷം പിന്നെ ഞാൻ മീൻ കഷ്ണങ്ങളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇനി മോനിക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ ലഞ്ചിന് ചെമ്മീൻ പൊരിച്ചത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മോന് ചെമ്മീൻ മാത്രമേ മീനായിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഇതിൻ്റെ തോടെല്ലാം ഞാനൊന്ന് അടത്തി കളഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ മസാല പുരട്ടിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം മോനിക്കിന്ന് ചോറിൻ്റെ ഒപ്പം ലഞ്ചിന് ചെമ്മീൻ കൂടി പൊരിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അതും കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഉച്ചത്തേക്ക് വറക്കേണ്ട വറവിന് വേണ്ട കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കേബേജ് വറവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ കേബേജിൻ്റെ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത ശേഷം പിന്നെ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം മീൻ പൊരിക്കേണ്ടതും അതേപോലെ തന്നെ വറവ് ഇടേണ്ട പാത്രം കൂടി ഞാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണയും കടുക് ഇട്ടിട്ട് അങ്ങനെ വറവിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പൊരിക്കേണ്ട കാര്യം കൂടി നോക്കുന്നുണ്ട്.
പൊരിക്കലെല്ലാം കഴിഞ്ഞിട്ട് ശേഷം പിന്നെ പൊരിച്ചതും കൂടി ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിനി. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ പാത്രം കാര്യങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം സിങ്കും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ ഞാൻ ചായയും കുടിച്ച് മോനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് മോനെ റെഡിയാക്കുന്ന ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ചെയ്ത് കിട്ടാം. അങ്ങനെ പിന്നെ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ട ശേഷം കേട്ടോ പിന്നെ ഞാൻ വീണ്ടും വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ഉമ്മ കായ് ഇങ്ങനെ അപ്പച്ചമ്പിലിട്ടിട്ട് പൊങ്ങിയിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിനി. ഇത് കായടക്ക് വേണ്ടിയിട്ട് അമ്മിയിൽ അരയ്ക്കുന്ന കേട്ടോ. അങ്ങനെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മോന് സ്കൂളിലേക്കുന്ന കാര്യങ്ങൾ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് എടുത്തിട്ടില്ല കേട്ടോ. കാരണം അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ട. അപ്പോൾ മോനെ സ്കൂളിലെല്ലാം അയച്ച ശേഷം വന്നിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു കായട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി വെക്കേണ്ട ബോക്സിൽ കുറച്ച് നെയ്യാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ആരെങ്കിലും ഗസ്റ്റ് മറ്റേ വീട്ടിലേക്ക് വന്നാൽ പിന്നെ പേടിക്കണ്ടില്ല. പിന്നെ മക്കൾക്ക് വൈകുന്നേരം സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി സ്നാക്കും കൂടി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ മോനെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മ അമ്മിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ബാക്കി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി വെച്ചാൽ എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഒരു ടെൻഷനില്ല. അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പാത്രത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും വന്നാലോ നമുക്ക് പൊരിക്കേണ്ട ആവശ്യത്തിന് നമുക്ക് എടുത്ത് പൊരിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ അപ്പം ഞാനിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോഴേക്ക് ചെറിയ മോന് പിന്നെ എണീച്ചിട്ടുണ്ടായിനി. അപ്പോൾ അങ്ങനെ ഞാൻ റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് വിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ മോന് ഇപ്പോൾ എഴുന്നേറ്റതേ ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾക്ക് ഈ ബെഡ് കാര്യങ്ങളൊന്നും ക്ലീൻ ആക്കാൻ പറ്റിയിട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോനെ എണീച്ച ശേഷം ബെഡ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിടുന്നുണ്ട്. അങ്ങനെ റൂമെല്ലാം ക്ലീൻ ആക്കിയ ശേഷം ഞാൻ എല്ലാ ഇടവും ഒന്ന് അടിച്ചു വരുന്നുണ്ട്. റൂമും ഹോളും എല്ലാ ഇടവും ഞാൻ നല്ല രീതിക്ക് അടിച്ചു വരുന്നുണ്ട്.
അവസാനം കിച്ചണും കൂടി ഞാൻ ക്ലീൻ ചെയ്ത ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.